കോൺഗ്രസിൽ നിന്നും CPM പിടിച്ചെടുത്ത മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ്. പക്ഷേ VK പ്രശാന്ത് എന്ന യുവനേതാവിൻ്റെ കരുത്തിൽ CPM വട്ടിയൂർക്കാവ് പിടിച്ചെടുത്തു. ആദ്യ തെരഞ്ഞെടുപ്പിൽ KV മോഹൻകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത് പ്രശാന്ത്. അന്ന് അദ്ദേഹം DCC അധ്യക്ഷനായിരുന്നു. പിന്നീട് വീണ നായരെ പരാജയപ്പെടുത്തി, അതും വലിയ മാർജിനിൽ. പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളും ശ്രദ്ധേയമാണ്. ആ സൗഹൃദങ്ങളെല്ലാം അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാൻ K മുരളീധരൻ എത്തുകയാണ്. K മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിച്ചാൽ അതൊരു തീവാർന്ന പോരാട്ടമായി മാറും. പ്രശാന്തിന് എല്ലാ മതവിഭാഗങ്ങളും പിന്തുണ നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം പ്രശാന്തിന് പിന്തുണ നൽകുന്നു എന്ന ആരോപണം ഉയർത്തിയത് മറ്റാരുമല്ല, കഴിഞ്ഞ തവണ പ്രശാന്തിനെതിരെ മത്സരിച്ച വീണ നായരാണ്. അവരുടെ പോസ്റ്ററുകളൊക്കെ ആക്രിക്കടയിൽ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പോസ്റ്ററുകളും നോട്ടീസുകളൊന്നും കോൺഗ്രസ്സുകാർ വേണ്ട വിധം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചില്ല. പ്രശാന്ത് ജയിച്ചു കയറുകയും ചെയ്തു. ഒരു കാലത്ത് തിരുവനന്തപുരത്തെ മേയറായിരുന്നു പ്രശാന്ത്. മേയർ ബ്രോ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇപ്പോൾ MLA ആണ്. രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം MLA ആവുന്നത്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം കരുതലാമലകമാണ് പ്രശാന്തിന്. കരുതലാമലകം എന്ന് വെച്ചാൽ കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെയാണ് പ്രശാന്തിന്. അത്രയേറെ ആഴത്തിൽ പ്രശാന്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. മാത്രമല്ല, സാമൂഹിക പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇതൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിലൊക്കെ സജീവ സാന്നിധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് K മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിൽ എത്തുന്നത്. ഒരിക്കൽ മുരളീധരൻ ജയിച്ച മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനമുണ്ടാകുമെന്നും വട്ടിയൂർക്കാവിലെ NSS വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നും KPCC വിലയിരുത്തുന്നു. K മുരളീധരനാകട്ടെ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഏറ്റവും ചൂടേറിയ മത്സരം നടക്കുന്ന മണ്ഡലം വട്ടിയൂർക്കാവാണ്. അതിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസിന് അനുയോജ്യമായ രീതിയിലുള്ള മണ്ഡലത്തിൽ പ്രശാന്ത് അട്ടിമറി വിജയം ആദ്യം നേടി. ആ വിജയത്തിന് തുടർച്ചയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയം നേടി. അങ്ങനെ പ്രശാന്ത് വട്ടിയൂർക്കാവിൻ്റെ എല്ലാമായി നിൽക്കുമ്പോൾ മുരളീധരൻ പ്രശാന്തിനോടൊപ്പം ഏറ്റുമുട്ടാൻ എത്തുമ്പോൾ അതൊരു ചൂടേറിയ തെരഞ്ഞെടുപ്പ് തന്നെയാകും. പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം മത്സരിക്കും. പാർട്ടിക്ക് അതിനപ്പുറം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് പ്രശാന്തിനെ വട്ടിയൂർക്കാവുകാർക്ക്. K മുരളീധരൻ എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉണർവ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. K മുരളീധരൻ നല്ലൊരു ഫൈറ്ററാണ്. തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും അദ്ദേഹം പോയി മത്സരിച്ചിട്ടുണ്ട്. മുമ്പ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുരളീധരൻ മത്സരിച്ചതും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതും ഒക്കെ ചരിത്രം. വടകര CPMന്റെ കോട്ടയാണെന്ന് ഓർക്കണം. CPM പഠിച്ച പണി 18 പയറ്റിയിട്ടും വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ തോൽപ്പിക്കാനായില്ല. വട്ടിയൂർക്കാവ് മുമ്പ് മുരളീധരൻ ഇലക്ഷൻ നിന്നപ്പോൾ TN സീമയായിരുന്നു എതിരാളി. TN സീമ 3ാം സ്ഥാനത്തേക്ക് പോയി. കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് വന്നു. K മുരളീധരന് വട്ടിയൂർക്കാവ് ആഴത്തിലുള്ള ബന്ധമുണ്ട്, ആഴത്തിലുള്ള വേരുകളുണ്ട്. അതുകൊണ്ട് തന്നെ VK പ്രശാന്തും K മുരളീധരനും നേർക്കുനേർ പൊരുതുമ്പോൾ വട്ടിയൂർക്കാവിൽ തീ പാറും.